നമസ്കാരം. ഈ ആഴ്ച നമുക്കിപ്പം ശ്രീമതി ആശാ ശരത്, സ്വാഗതം. നമസ്കാരം. എന്താണ് പുതിയ വിശേഷം? ഒരുപാട് നല്ല വിശേഷങ്ങൾ. പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു. തെളിവ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ്. എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്തിട്ടുള്ള തരത്തിലുള്ള എന്തൊരു വേഷമാണെന്ന് തോന്നുന്നു കോശമൊക്കെ കണ്ടപ്പോൾ. അതെ അതെ, ഇത്രയും നാടനായിട്ടുള്ളൊരു കഥാപാത്രം, മണ്ണിൻ്റെ മണമുള്ളൊരു കഥാപാത്രം ആദ്യമായിട്ട് ചെയ്യാണ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇതുവരെ കുറച്ചുകൂടെ പോലീസും അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നാടൻ അനുരാഗ കരിക്കൻ വലിയ വെള്ളം പോലത്തെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി സാധാരണക്കാരൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. തെളിവല്ലാതെ ചെയ്ത് കഴിഞ്ഞ സിനിമ എവിടെ എന്ന് പറയുന്ന സിനിമയാണ്. കെ രാജീവ് സാറിൻ്റെ, ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റ്. അതും ഇതുവരെ ഞാൻ ചെയ്യാത്ത തരത്തിലുള്ള മറ്റൊരു കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. ജെസ്സി എന്ന് പറയുന്നൊരു കഥാപാത്രം. കട്ടപ്പനക്കാരിയെ കുരുമുളകൊക്കെ പറിച്ചു ജീവിക്കുന്ന, അതെ അതെ അതെ, ഹൈ റേഞ്ചിൽ നിന്ന് തിരിച്ച് കായലിനടുത്ത് എത്തിയിരിക്കുകയാണ്. വർഷങ്ങൾ നീണ്ട കരിയറൊന്നുമില്ല, കുറച്ച് നാളായിട്ടുള്ളൂ. പക്ഷേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും പെട്ടെന്ന് ആശാശരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, സ്ത്രീകൾക്ക് ഭയങ്കര കാര്യമാണ്. എനിക്ക് തോന്നുന്ന സീരിയലാണ്, സീരിയൽ കുങ്കുമപ്പൂ. ടെലിവിഷൻ്റെ വർഷം 3 വർഷം ഒരു സീരിയൽ വേണ്ട. വീട്ടിലെ അമ്മയൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണാറുണ്ട്. നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ പല്ലൊക്കെ ഇറുമുന്നുണ്ടായിരുന്നു കൂടെ ആദ്യ സീരിയലിൻ്റെ ആദ്യ സമയത്തേക്ക്. ആ സീരിയൽ ഒരു എനിക്ക് തോന്നുന്നൊരു വലിയ എൻട്രി ആയിരുന്നു. ഒരു 100 ദിവസം ഓടിയ ഒരു 10-20 സിനിമകൾ അഭിനയിച്ച ഒരു പ്രതീതിയാണ് ഒരു ഹിറ്റ് സീരിയലിൽ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത്. പ്രത്യേകിച്ച് പ്രൊഫസർ ജയന്തി എന്ന് പറയുന്ന കഥാപാത്രം ഭയങ്കര വില്ലത്തിയായിട്ട് വന്ന ആളാണ്. പിന്നെ വളരെ സ്നേഹമുള്ള ഒരാളായി മാറി. പക്ഷേ ജയന്തി ടീച്ചർ ആദ്യം എല്ലാവർക്കും ദേഷ്യമായിരുന്നു. പിന്നെ ആ സ്നേഹം അങ്ങ് തുടർന്നു. അതിൻ്റെ ഒരു സ്നേഹം ഇപ്പോഴും അവർക്ക് അവരുടെ വീട്ടിലെ ഒരാളെന്നുള്ളൊരു സ്നേഹം ഭയങ്കരമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കട്ടപ്പനയിലും മൺറോത്തുരത്തിലൊക്കെ ഷൂട്ടിന് വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്നത്. ഇവിടെയുള്ളവർ കൂടുതൽ ഇപ്പോൾ സിനിമ കാണുന്നവരെക്കാൾ കൂടുതൽ ടെലിവിഷൻ കാണുന്നവരാണ്. അപ്പോൾ നമ്മളോട് വന്ന് സംസാരിക്കുന്ന കൂടിയോ ഞങ്ങളുടെ ജയന്തി ടീച്ചറല്ലേ എന്നുള്ളതാണ്. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷങ്ങളായെങ്കിൽ കൂടി ജയന്തി ടീച്ചർ ഇപ്പം ആ കഥാപാത്രം ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയ ഒരാളാണ്. ബട്ട് സ്റ്റിൽ അത് മരിച്ചു പോയല്ലോ എന്ന് സങ്കടത്തോടെ പറയുന്ന ആളുകളാണ് ഇവിടെ കണ്ടവരാണ്. ആ ഒരു സീരിയലാണ് അഭിനയിച്ചെങ്കിലും ആളുകൾക്ക് ഇപ്പോഴും ജയന്തി ടീച്ചറാണ്. അതെ അതെ, ആ ഒരു സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ്. നമ്മൾ ഈ നേരെ ഒരു വീട്ടിൽ ചെന്ന് കയറിയ ആളുകൾ പരിചയപ്പെടുന്നതിന്റെ ഒരു ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മളോട് ഒട്ടും ഒരു അകൽച്ചയില്ല. അപ്പോൾ ഒരു സിനിമ അഭിനയിക്കുന്ന ഒരാള് അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാളെന്നല്ല, അയ്യോ നമ്മുടെ അല്ലേ എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഇന്നത്തെ ഷൂട്ട് കയർ ഫാക്ടറിയിലായിരുന്നു. അവിടെയുള്ള ചേച്ചിമാർക്കൊപ്പം ജോലി ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്, ഗൗരി. അപ്പോൾ അവർക്ക് എന്നെ കൂടെ കൂട്ടാനും എനിക്കിത് പറഞ്ഞു തരാനും ആ എക്സൈറ്റ്മെന്റ് ആണ്. ഇതറിയില്ല, വരും, ഇതൊന്നുമില്ല, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അത് അവരിലൊരാളായിട്ട് ആ സ്നേഹം കെട്ടിപ്പിടിച്ച്, ആ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. സത്യമാണ്, അതൊരു മഹാഭാഗ്യമാണ് അങ്ങനെ ഒരു എൻട്രി കിട്ടിയത്. അങ്ങനെ ഒരു എൻട്രി. അപ്പോൾ അത് കഴിഞ്ഞ് ഫ്രൈഡേയിൽ തുടങ്ങി. ഈ സത്യം പറഞ്ഞാൽ ആദ്യം ചോദിക്കാൻ വെച്ചാൽ ചോദ്യം ആദ്യം സസ്പെൻസ് ചേച്ചിനെ വിളിച്ചിട്ടാണ്. ഈ അനുരാഗ കരിക്കിൻ വെള്ളത്തിലൊരു കഥാപാത്രം ഇത്രയും പാവമായിട്ട് ഒരു കഥാപാത്രം. ഞാൻ 2016 ഇറങ്ങിയ സിനിമയാണ്. ഇപ്പോഴും ടി വിയിൽ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത്രയും പാവമായിട്ട്. കാരണം അത് ബാക്കി സിനിമ ഇപ്പം ദൃശ്യമായ പോലീസ്, ഒരുപാട് പാർട്ടി പോലീസ് അല്ലേ? ദൃശ്യം മാത്രമേ ഉള്ളൂ. ദൃശ്യത്തിന്റെ 3 ഭാഷകളിൽ പോലീസ് ചെയ്തു, ഭാഗ്മതിയിൽ ഒരു പോലീസ് ചെയ്തു, അത്രേ ഉള്ളൂ. അതുമല്ല, നല്ല ബോൾഡ് കഥാപാത്രങ്ങളാണ്. ഇത്രയും പാവമായിട്ട് ഈ അനുരാഗ കരിക്കിൻ വെള്ളത്തിൽ ഒരു കഥാപാത്രം ചെയ്യാൻ എനിക്കത് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം. ഭയങ്കര ഇഷ്ടമാണ്. കാര്യം സുമയ്ക്ക് ചില കഥാപാത്രങ്ങൾ നമ്മൾ ആരെ പോലെ ഉണ്ടാവണം എന്നൊക്കെ മനസ്സിലെങ്കിലും ആലോചിക്കാറുണ്ട്. സുമ എങ്ങനെയാവണമെന്ന് ഞാൻ മനസ്സിലെനിക്ക് ആലോചിക്കേണ്ടി വരില്ല. സുമ എൻ്റെ അമ്മയാണ്. കറക്റ്റ്, സുമ എൻ്റെ അമ്മയാണ്. അമ്മയുടെ സംസാരവും ആ ബോഡി ലാംഗ്വേജും അമ്മയാണെന്നാണ് ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ എനിക്ക് തോന്നിയത്. അങ്ങനെ അപ്പോൾ ആവാണ് എൻ്റെ അമ്മ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ 2-3 വയസ്സാകുമ്പോൾ നടന്നൊക്കെ തുടങ്ങും, അല്ലെങ്കിൽ ക്രിക്കറ്റോ ഫുട്ബോളോ പറമ്പത്തോട്ടിറങ്ങി കളിക്കാൻ വിടും. 3-ാമത്തെ വയസ്സിൽ ചേച്ചി പക്ഷേ നേരെ കൊണ്ട് ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു അല്ലേ അമ്മ? 3-ാമത്തെ വയസ്സിലാണ് പഠിച്ചു തുടങ്ങിയെന്നും സത്യം പറഞ്ഞാൽ അറിയില്ല. കാര്യം എൻ്റെ ഗുരു അമ്മ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ തന്നെയാണ് കളരിയുള്ളത്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഓടി നടന്ന് പ്രായത്തിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം. ബേസിക്സ് ഒക്കെ പഠിച്ചതൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് എന്ന് പഠിച്ചു തുടങ്ങി എന്താണെന്നുള്ള ഓർമ്മയൊന്നും അങ്ങനെ ഇല്ല. പക്ഷെ 3 വയസ്സിലൊക്കെ ആയിരിക്കും. 3-3.5 വയസ്സിലാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കളിച്ചത്. അത് ഓർമ്മയുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഓർമ്മ വെച്ച സമയം മുതൽ തന്നെ ഈ സാധനം ഇതിങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ? കേട്ടോണ്ടേ ഇരിക്കല്ലേ എപ്പോഴും. അത് തന്നെയല്ലേ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഒക്കെ കേൾക്കുന്ന ചില ഇപ്പം ഞാൻ മാത്രമല്ല, ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദേഴ്സ് ആണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ
ബ്രദേഴ്സ് രണ്ടുപേരും ഡാൻസ് ചെയ്യില്ല, പക്ഷെ രണ്ടുപേർക്കും എല്ലാം അറിയാം. അത് എന്നെപ്പോലെ തന്നെ കേട്ടിരിക്കണോണ്ടായിരിക്കാം. അങ്ങനെ നമ്മുടെ വീടിന്റെ ഒരു അന്തരീക്ഷം അങ്ങനെയായിരുന്നു. എങ്ങനെയായിരുന്നു ആ സീരിയലിലേക്കുള്ള വിളി? അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു? ഡാൻസ് നടന്നിട്ട് അങ്ങനെ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഒരു ടെലിഫിലിം ചെയ്തിരുന്നു. ആ വർഷത്തെ സംസ്ഥാന അവാർഡ് ഉണ്ടായിരുന്നു അതിന്. അപ്പൊ അത് കണ്ടിട്ടാണ് ടെലിവിഷൻ ഏഷ്യാനെറ്റിലേക്കുള്ള ഒരു ആ ഒരു സീരിയൽ ചെയ്യാനുള്ള ഒരു ഇൻവൈറ്റ് കിട്ടിയത്. അങ്ങനെ ചെയ്തതാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു പ്രൊഫഷൻ ഒന്നുമില്ല, ഒരു ചേഞ്ച്, ഒരു രസമല്ലേ എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് പറ്റുമോ നോക്കാം, ഒരു രസമല്ലേ, അല്ലാതെ ഒരു പ്രൊഫഷൻ ആക്കണം എന്നുള്ള അത്ര സീരിയസ് ആയിട്ട് കണ്ടിരുന്നതേ ഇല്ല. ആ ഒരു കാലങ്ങളിൽ അതൊരു ഒരു രസമായിട്ട് മാത്രമേ ആ ഒരു കാലഘട്ടങ്ങളൊക്കെ കണ്ടിരുന്നുള്ളൂ. മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് വരാൻ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ? ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഇപ്പം മിനി സ്ക്രീനിലാണെങ്കിൽ അഭിനയത്തിലേക്ക് വരണം അങ്ങനെ ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ അവിചാരിതമായിട്ട് വന്നൊരു കാര്യമാണ്. ഇപ്പം ഈ കുങ്കുമപ്പൂവിലാണെങ്കിൽ തന്നെ കുറച്ച് എപ്പിസോഡ്സ് മാത്രം വരുന്നൊരു കഥാപാത്രമായിരുന്നു ശരിക്കും ജയന്തി ടീച്ചർ. പിന്നീട് അത് അവരുടെ ഒരു കഥയായി മാറുകയായിരുന്നു. ജനങ്ങൾക്ക് ഒരു ഇഷ്ടം തോന്നിയത് കൊണ്ട് ആ ഒരു കഥാപാത്രത്തിലൂടെ ആണ് പിന്നെ കഥ പറഞ്ഞു പോയത്. ഫ്രൈഡേയിലും ആദ്യം അഭിനയിക്കുമ്പോൾ എനിക്ക് സിനിമയിൽ അഭിനയിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സിനിമയിലെ അവസരങ്ങൾ കുറച്ച് വന്നാലും സീരിയലുള്ള സമയത്ത് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്രൈഡേ ഫിലിംസിന്റെ പ്രൊഡ്യൂസർ വിജയ് എന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ദുബായിലായിരുന്നു വിജയ് ആദ്യം ഉണ്ടായിരുന്നു. അപ്പൊ വിജയ പറഞ്ഞ ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം, താനിതിൽ അഭിനയിക്കാം. അപ്പൊ ഞാൻ ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ അഭിനയിക്കുന്നില്ല, അത് അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ സാൻഡ്രയും വിജയയുടെ ഒരു അത്ര ഫോഴ്സ് ചെയ്തിട്ടാണ് ആദ്യമായിട്ട് ഞാൻ അതിൽ അഭിനയിച്ചത്. പക്ഷെ അതൊരു നല്ല തുടക്കമായിരുന്നു. പിന്നെ എനിക്കുണ്ടായ ഒരു ഭാഗ്യം ടെലിവിഷനോടൊപ്പം തന്നെ സിനിമയും ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ദൃശ്യമടക്കം ഞാൻ ടെലിവിഷനിൽ അഭിനയിക്കുമ്പോൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ റേഡിയോ ജോക്കിയുടെ ജീവിതം അതെങ്ങനെയായിരുന്നു? ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോലിയാണ് റേഡിയോ ജോക്കിയുടെ ജോലി. അതും ഈ പറയുന്ന പോലെ അറിഞ്ഞുകൊണ്ട് പോയൊരു കാര്യമല്ല. ഞാൻ നൃത്തവും സംഗീതവും ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്നു. ഞാൻ ദുബായി പോയപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു അന്തരീക്ഷത്തിൽ ചെന്ന് പെട്ട ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു എനിക്ക്. എന്ത് ചെയ്യും, ഒന്നും ചെയ്യാനില്ല, പഠിപ്പിച്ച് തുടങ്ങണം കുട്ടികളെ, അങ്ങനെയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ റേഡിയോയിൽ ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ മലയാളം റേഡിയോ ആണ്. അന്ന് ഒറ്റ റേഡിയോ ഉള്ളൂ അവിടെ, 1 മണിക്കൂറുള്ളൂ, ഒറ്റ മണിക്കൂർ റേഡിയോ ഏഷ്യ. അപ്പൊ അങ്ങനെ ഒരു ജോലി ഉണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു. ഞാൻ അവിടെ ഇന്റർവ്യൂവിന് പോകുന്നു. എനിക്ക് എന്താണ് റേഡിയോ എന്നുള്ള പരിപാടി കേട്ടുപോലും ശീലമില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ സംഗീതം നൃത്തവുമായിട്ടുള്ള ബന്ധമാണല്ലോ എന്ന് വിചാരിച്ചു അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ രാമേന്ദ്രൻ സാറില്ലേ, പഴയ വാർത്തകൾ വായിക്കുന്നത് രാമേന്ദ്രൻ സാറുണ്ട്, ഞങ്ങളുടെ ഹെഡായിരുന്ന വെട്ടൂർജിയുണ്ട്. ഒരു ന്യൂസിന്റെ ഒരു ഇത് വായിക്കാൻ തന്നു, ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറഞ്ഞു. അന്നൊക്കെ ഞാൻ കുറച്ച് ടി വിയിലൊക്കെ പ്രോഗ്രാംസ് അവതരിപ്പിച്ച് എനിക്കൊരു പരിചയം ഉണ്ടായിരുന്നു. പക്ഷെ ന്യൂസെന്നോ അല്ലെങ്കിൽ ഏത് മോഡുലേഷനോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അത് മലയാളം വളരെ ശുദ്ധമായി സംസാരിക്കാൻ അങ്ങനെ നമ്മൾ സംസാരിക്കില്ലല്ലോ, നമ്മൾ കാഷ്വലായി സംസാരിക്കില്ല. പക്ഷെ പഴയ റേഡിയോ സ്റ്റൈലായിരുന്നു. ഉച്ചാരണം കറക്റ്റ് ആയിരിക്കണം, ഇംഗ്ലീഷ് വാക്കുകൾ വരാൻ പാടില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ജോലി കിട്ടില്ല എന്ന് ഉറപ്പിച്ചു. സ്റ്റുഡിയോ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അപ്പോൾ വന്നിട്ട് പറഞ്ഞു കുറേ കാര്യങ്ങൾ ശരിയാവാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു എന്തായാലും ജോയിൻ ചെയ്തോളൂ. അങ്ങനെ കിട്ടിയ ഒരു ലോട്ടറി പോലെ കിട്ടിയ ജോലിയാണ്. ഞാനൊക്കെ ജോലി ചെയ്തിരുന്ന കാലത്ത് UAE-ലൊന്നും ടെലിവിഷൻ ഇല്ല, മലയാളം പ്രോഗ്രാംസ് വന്നിട്ടില്ല, ആകെ ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അപ്പം മലയാളം സംസാരിക്കാനും അവർക്ക് ഇന്ററാക്ട് ചെയ്യാനും ഒന്നും വേറൊരു മാധ്യമമില്ല. അപ്പം കത്തുകളിലൂടെയും ഫോണുകളിലൂടെയും ഒട്ടുമിക്ക മലയാളികളായിട്ടും നമ്മൾ സംസാരിക്കും, വീട്ടമ്മമാരായിട്ടും വണ്ടി നിർത്തി. ഇപ്പം നമ്മളിപ്പോൾ ഒക്കെ കാണുന്ന മെഗാ സീരിയൽ പോലെ ഞങ്ങൾ റേഡിയോ നാടകങ്ങൾ ഒരുപാട് ചെയ്യുമായിരുന്നു. അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡബ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ അതിൽ പല കഥാപാത്രങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെയുള്ളത് ചില പ്രോഗ്രാംസ് നമ്മൾ നാട്ടിലേക്ക് കത്തെഴുതുന്നു, അവർ തിരിച്ച് മറുപടി അയക്കുന്നു എന്നൊക്കെ ഒരു ഇമാജിനേഷനിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ദൃശ്യത്തിന് തന്നെ മലയാളം, തമിഴ്, കന്നഡ 3 ചെയ്തു. അതും വേറെ തരത്തിൽ നോക്കുമ്പോൾ ഒരു വലിയ ഭാഗ്യമാണല്ലേ, ഒരു കഥാപാത്രം 3 ഭാഷയിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. 3 ഭാഷയിൽ 3 ചിത്രമായിട്ടാണ് ചെയ്യുന്നത്. ഒരേ ഒരു റീമേക്ക് എന്നുള്ളതിലുപരി ഒരു വേറൊരു ഫീലിലാണ്. അതും ഒന്നാമത് ഓപ്പോസിറ്റ് നിൽക്കുന്നതെല്ലാം അതാത് സ്ഥലത്തെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ്. ഒന്ന് കമൽ സാറ്, പിന്നെ ഒന്ന് രവിചന്ദർ സാറ് കന്നഡത്തില്, മലയാളത്തിൽ പിന്നെ നമ്മുടെ ലാലേട്ടൻ. മലയാളത്തിൽ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ടെൻഷൻ മറ്റു ഭാഷകളിലായിരുന്നു. മലയാളം ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ ലാലേട്ടനല്ലേ എന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ടായിരുന്നു. തൂങ്കാവനം ദൃശ്യത്തിന് മുമ്പായിരുന്നു, ദൃശ്യത്തിന് ശേഷമായിരുന്നു? അതിന് ശേഷമാണ്. ഞാൻ തൂങ്കാവനമാണ് ആദ്യം കണ്ടത്, ദൃശ്യം ഞാൻ തന്നെയാണ് കണ്ടത്. തൂങ്കാവനത്തിൽ നിങ്ങൾ തമ്മിലൊരു കോമ്പിനേഷൻ സീനില്ല, ഒരു സീനുണ്ട്, ഏറ്റവും അവസാനത്തെ സീനോ ഒറ്റാണ് തോന്നുന്നത്. ബാക്കിയെല്ലാം ഫോൺ ചെയ്യില്ല, ഫോൺ വിളിയാണ്. ദൃശ്യത്തിലിപ്പോൾ ഇപ്പം എത്രയെന്ന് വെച്ചാൽ കമൽ സാർ നമ്മളിപ്പം
സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ സ്ക്രീനിന് പുറണ്ടി വരുമ്പോൾ അതല്ലല്ലോ. ഭയങ്കര തുടങ്ങും മുമ്പ് ഉറക്കം വരില്ലായിരുന്നു, എനിക്ക് പേടിയിട്ട് ഞാൻ എങ്ങനെയായിരിക്കുമോ. ഇപ്പോൾ ദൃശ്യം ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അങ്ങനെയായിരുന്നു. ലാലേട്ടൻ്റെ മുമ്പിലൊക്കെ നിൽക്കാൻ തന്നെയുള്ളൊരു ധൈര്യം. അതിന് മുമ്പ് ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ ഞാൻ കർമ്മയോധ എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അതും ഈ പറയുന്ന കൂടുതൽ ഫോൺ വിളികളും ഒക്കെ ഉള്ളൂ, വളരെ കുറച്ച് മാത്രമേ ഒരുമിച്ചുള്ളൂ. അതേപോലെ ലാലേട്ടൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു കൈകാൽ വിറയ്ക്കുന്ന അത് തന്നെയായിരുന്നു. അതിൻ്റെ ഒരു 10 ഇരട്ടിയായിരുന്നു കൂടുതൽ കമൽ സാറിൻ്റെ കൂടെ നിൽക്കുമ്പോഴുള്ളത്. പക്ഷേ ആദ്യത്തെ ഒരു ഷോട്ട് മാത്രമാണ് ആ ഒരു പേടി ഉണ്ടായത്. പിന്നെ ഞാനത് കമൽ സാർ എന്നുള്ളൊരു അതങ്ങ് മാച്ചു കളഞ്ഞു. കാര്യം അങ്ങനെയാണ് നമുക്ക് ഒരിക്കലും അഭിനയിക്കാൻ പറ്റില്ല. ഇവരൊക്കെ തരുന്നൊരു ധൈര്യം ഭയങ്കര കോൺഫിഡൻസ് ആണ് അവർ തരുന്നത്. അപ്പം ഞാൻ വളരെ തുടങ്ങുന്ന ഒരാളാണ്, പക്ഷെ അവർ തരുന്നൊരു ധൈര്യം, ആ ഒരു കോൺഫിഡൻസ് ചെയ്തോളൂ എന്ന് പറയുന്നതും, അവർ തരുന്ന അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രകാശം നമുക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അവരുടെ കറക്റ്റ് ചെയ്യുന്നത്. ദൃശ്യത്തിന്റെ ക്ലൈമാക്സിൽ തന്നെ 2 കിടിലങ്ങളാണ് നിൽക്കുന്നത്. ഒന്ന് ഒരു സൈഡിൽ ലാലേട്ടൻ, ഒരു സൈഡിൽ സിദ്ദിഖ. ഇവർ രണ്ടുപേരുമാണ് നിൽക്കുന്നത്. രണ്ടും അറിയാമല്ലോ, അമ്മാതിരി 2 ആക്ടേഴ്സാണ്. ഇവരുടെ കൂടെയാണ് ആ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയതാണ്. അതുകൊണ്ടാണ് ഗീത IPSന് എല്ലാവരും കുറച്ചൊരു ഇഷ്ടം വന്നു. ഈ 2 പേരെ നടുക്കുമ്പോൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയി, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്ന പടത്തിന്റെ അവസാനമൊക്കെ ആകുമ്പോൾ ആ ഒരു എന്താണ് ഒരു അമ്മയുടെ ഒരു നിസ്സഹായാവസ്ഥയും സ്നേഹവും എല്ലാം കൂടെ ആളുകൾക്ക് ഭയങ്കരമായിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന അവരോടൊരു സിമ്പതിയാണായിരുന്നു ആൾക്കാർക്ക്, ഏതൊരു അമ്മയും ചിന്തിക്കുന്ന കാര്യം എന്നുള്ള. പക്ഷെ എന്റെ മനസ്സെപ്പോഴും മീനയുടെ കൂടെയായിരുന്നു ആസ് എ മദർ. ഈ പടം ഇങ്ങനെ ഒരു ലെവലിലേക്ക് പോകുന്നൊരു പ്രതീക്ഷ ഒരിക്കലുമില്ല. എനിക്ക് ഭയങ്കര പേടിച്ച് ചെയ്ത സിനിമയാണ്. ആദ്യം എന്നോട് ജിത്തു സാറെ കഥ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ പേടിച്ച്, ഞാൻ ചെയ്യണോ വേണോ, എന്നെ വേണോ, എനിക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല എന്നാണ് ഞാൻ ജിത്തു സാറിനോടും ലാലേട്ടനോടും പറഞ്ഞത്. പക്ഷെ അവർ തന്നൊരു ധൈര്യമാണ്, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യമാണ് മുമ്പോട്ട്. ഈ കോൺഫിഡൻസിന്റെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ദൃശ്യത്തിൽ തന്നെ ലാലേട്ടനെ ഷാജോൺ ചവിട്ടുന്നൊരു സീനുണ്ട്. അപ്പോൾ ഷാജോൺ മടിച്ചിട്ട് ഇങ്ങനെ ലാലേട്ടനെ ചവിട്ടുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ലാലേട്ടൻ നീ ചവിട്ടുക പോലെ എന്നൊക്കെ പറഞ്ഞു. അല്ലല്ലേ, ഞാൻ ചീത്ത പറയുമ്പോഴാണെങ്കിലും കമൽ സാറിനെ ഞാൻ പല സമയത്ത് അതിനകത്ത് ഡാന്ന് വിളിക്കുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിനൊക്കെ മുഖത്ത് നോക്കി സാർ വളരെ അങ്ങനെയില്ല. മലയാളത്തിലായിരുന്നു അദ്ദേഹം സംസാരിക്കുക, എപ്പോഴും മലയാളത്തിലാണ് സംസാരിക്കുക. അത്ര മലയാളത്തിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. വിളിച്ചോളൂ, ഒന്നും പ്രശ്നമില്ല. അങ്ങനെ നമുക്കൊരു ധൈര്യം തരുന്ന, പിന്നെ നമുക്ക് എപ്പോഴും കൂടെ നിൽക്കുന്നവർ തരുന്നൊരു കോൺഫിഡൻസ്. അവരുടെ ഇപ്പോൾ സിദ്ദിഖയാണെങ്കിൽ എനിക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. സിദ്ദിഖെ പോലത്തെ ഒരു ആക്ടർ, ഒരു സൈഡിൽ നേരത്തെ പറഞ്ഞ ഒരു ലാലേട്ടൻ, അവർ തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ എന്ന് പറയുന്നൊരു ധൈര്യം അവരുടെ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ മലയാളവും തമിഴൊക്കെ നമുക്ക് കേട്ടെങ്കിലും വലിയ പണിയായിരുന്നു. കന്നഡത്തിൽ P. വാസു സാറായിരുന്നു സംവിധാനം. സാർ മലയാളിയാണല്ലോ, നമ്മുടെ ചിന്നത്തമ്പിയൊക്കെ ചെയ്തിട്ടില്ല സാർ. പിന്നെ വളരെ നല്ല മനുഷ്യനും കൂടിയാണ്. സാറായിരുന്നു കന്നഡ ചെയ്തിട്ടുണ്ടായിരുന്നത്. കന്നഡ കേട്ടുപോലും നമുക്ക് പരിചയമില്ലാത്ത കാര്യമാണ്. പക്ഷെ സാറ് ഇങ്ങനെ നമുക്കത് പറഞ്ഞു തന്ന് മനസ്സിലാക്കി. അങ്ങനെ എൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത പ്രഭു സാറായിരുന്നു, ഹസ്ബൻഡ് റോൾ. സാറിനും വലിയ കന്നഡ പിടിയില്ല. പക്ഷെ എന്നാലും വളരെ ഇവരൊക്കെ തരുന്നൊരു സപ്പോർട്ട് കൊണ്ട് ഞാൻ ഒളിച്ചോടി വന്നാലോ എന്നൊക്കെ ഞാൻ ശരത്തേട്ടനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഡയലോഗ്സ് ഒക്കെ കണ്ടിട്ട് രാത്രിയാകുമ്പോൾ തിരിച്ചൊന്ന് ഓടി വന്നാലോ. വലിയ പണിയാണ്. പണ്ട് പറയും പോലെ കോപ്പി അടിക്കണമെങ്കിൽ എന്തെങ്കിലും പഠിക്കണല്ലോ, അങ്ങനത്തെ ഒരു പ്രശ്നം. പ്രോംപ്റ്റിംഗ് ഇല്ലാണ്ട് നമുക്ക് ചില സീൻസ് ഒക്കെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും. അതെ, ഒപ്പിക്കാൻ വലിയ പണിയാണ് ശരിക്കും. പക്ഷെ തെലുങ്ക് കുറച്ചും കൂടെ, തെലുങ്ക് ചെയ്ത് ഭാഗ്മതി എന്ന് പറഞ്ഞ ഫിലിമാണ്. അത് ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അത് നദിയ മാമാണ് ചെയ്തത് അവിടെ. അപ്പം അതുകൊണ്ട് അവരൊരു പോലീസ് വന്നപ്പോൾ തെലുങ്കര് വിളിച്ചതാണ്. പക്ഷെ തെലുങ്ക് ഞാൻ രക്ഷപ്പെട്ടു പോയത്, അദ്ദേഹത്തിന് മലയാളം അറിയായിരുന്നു, ഡയറക്ടർക്ക് നന്നായിട്ട്. ഞാനും ജയറാമേട്ടനും ഒക്കെ അങ്ങനെയായിരുന്നു അവിടെ പിടിച്ചു നിന്ന്. എനിക്ക് രണ്ടുപേർക്കും അറിയില്ലല്ലോ. ഇനി പോലീസ് വേഷം വേണ്ട ഇപ്പൊ അത്, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ മതി. ഗീത IPSനോടുള്ള ഒരു ഇഷ്ടം അങ്ങനെ നിൽക്കട്ടെ. വളരെ ആ ഒരു വേഷത്തിന്റെ ഒരു പവറുണ്ട്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെയാണ്. അത് ആ വേഷത്തിന് കിട്ടുന്ന ഒരു പവറാണ്. പല എയർപോർട്ടിലും നമ്മൾ പോകുമല്ലോ, ഇന്ത്യയുടെ തന്നെ പല ഭാഗത്ത്. അപ്പം സൗത്തിലൊക്കെ പോകുമ്പോൾ എല്ലായിടത്തും പോലീസ് ചെയ്തുകൊണ്ട് തമാശക്കാണെങ്കിലും ഒന്നിങ്ങനെ പാലിയാച്ച് താലികെട്ട്, താലികെട്ട് പാലിയാച്ച് എന്ന് ശ്രീനിവാസൻ സിനിമ പറയുന്ന പോലെ ദുബായ് കേരളം, കേരളം ദുബായ്, വല്ലാത്ത യാത്രയാണല്ലോ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന പോലെയാണ്. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു 6 hours എങ്കിലും എടുക്കും.
എനിക്ക് 3.25 മണിക്കൂർ എടുക്കുള്ളൂ വീട്ടിലെത്താൻ. അതാണ് എൻ്റെ ഒരു കണക്ക്. എനിക്ക് 3.25 മണിക്കൂറിൽ ഞാൻ കൃത്യമായി ഒരു ട്രാഫിക് ജാമും ഇല്ലാതെ വീട്ടിലെത്തും. പക്ഷെ കാശ് കുറച്ച് ടിക്കറ്റിന് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണെന്ന് മാത്രം. പക്ഷെ അങ്ങനെ നോക്കാറില്ല. കാര്യം ഇതൊരു കിട്ടുന്ന ഒരു സൗഭാഗ്യമാണെന്ന് വിചാരിച്ച് ദുബായും കേരളവും തമ്മിലുള്ള ദൂരം കുറച്ച് കൊണ്ടുവരികയാണ് ഇപ്പോൾ. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യപ്പെടുമെന്ന് വിചാരിച്ചിരുന്നു? ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ നൃത്തം എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. കാര്യം അതിപ്പോൾ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കൂടി ഒരു അധ്യാപികയായിട്ടോ, ഒരു അധ്യാപികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് നൃത്തവുമായിട്ടൊരു ബന്ധമുണ്ടാവുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതല്ലാതെ എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ജീവിച്ച സാഹചര്യം അത് തന്നെയാണ്. ഇപ്പോൾ ഒരു 10 കുട്ടികളെങ്കിലും പഠിപ്പിച്ചെങ്കിലും എനിക്ക് ആ ഒരു ടച്ച് ഉണ്ടായാൽ മതി, അങ്ങനെയായിരുന്നു. പക്ഷെ സിനിമ ഞാൻ സ്വപ്നം പോലും കാണാത്തൊരു കാര്യമാണ്. അമ്മയുടെ ഒരു സ്വാധീനം, അത് എല്ലാവരുടെയും ജീവിതത്തിൽ അമ്മമാരുടെയൊക്കെ ഒരു സ്വാധീനമുണ്ട്. പക്ഷെ ചേച്ചിയുടെ ജീവിതത്തിൽ അത് കുറച്ച് കൂടുതലാണ് അല്ലേ? എനിക്ക് രണ്ടുമില്ലൊരു ലാഭം. മാതാപിതാ ഗുരു ദേവ് എന്ന് പറയണ മാതിരി അമ്മയും ഗുരുവും ഒരാളാണ് ജീവിതത്തിലും കലയിലുമൊക്കെ. അമ്മ നല്ലൊരു അധ്യാപികയാണ്. ഇപ്പോഴും നാളെ ഞാൻ കളിക്കാൻ അമ്പലപ്പുഴ. ഇപ്പോഴും എനിക്ക് ഉള്ളിൽ കളിക്കും മുമ്പ്, പെർഫോം ചെയ്യും മുമ്പ് ഉള്ളിലൊരു തീയാണ്. എപ്പോഴും സ്റ്റേജിൽ കയറും മുമ്പ് ഒരു പേടിയാണ്. ആ പേടി ആ ഗുരുവിനോടുള്ള ഒരു ഇഷ്ടമാണ്. അപ്പം അമ്മയല്ല, ഗുരുവാണ്. കയറുമ്പോൾ എന്നോട് പറയും, തോന്നിവാസം കാണിച്ചിട്ട് ഇറങ്ങിയാൽ കിട്ടും എൻ്റെ കയ്യിൽ. ആ ഒരു ഗുരുവിൻ്റെതായിട്ടുള്ള ഇത് തന്നെയാണ്. ഇപ്പോഴും അമ്മ തന്നെയാണ് എല്ലാത്തിലും. അമ്മയുടെ സ്വാധീനമുണ്ട് എല്ലാ കാര്യത്തിലും, ജീവിതത്തിലും. അമ്മയെ പോലെ ആവണമെന്ന് എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നത് പോലെ അതിൻ്റെ ഒരു 1000 ഇരട്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛൻ ഓഫ് കോഴ്സ് അച്ഛനും അമ്മയുമാണല്ലോ നമുക്കെല്ലാം പഠിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അമ്മ നൃത്തം പഠിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പം നാളെ കളിക്കുന്ന കാര്യങ്ങളുടെ ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്യലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉള്ളത് അച്ഛനാണ്. ഇപ്പോഴും ഞാൻ ഇത്രയും പ്രായമായിട്ട് കളിക്കുമ്പോഴും, ഇപ്പോൾ 40 കഴിഞ്ഞു ആക്ച്വലി, കളിക്കുമ്പോൾ അച്ഛനൊരു 4 വയസ്സുള്ള കുട്ടി കളിക്കുന്ന സന്തോഷത്തോടെയാണ് അച്ഛനത് കണ്ടിരിക്കുന്നത്. ശരത്തേട്ടൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ശരത്തേട്ടൻ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിനക്കൊരു കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് ദൈവം ഒരു അവസരം തന്നിട്ടില്ലെങ്കിൽ അത് ചെയ്യണമെന്ന് പറയുന്ന, ഞാൻ കാരണം ഒരിക്കലും അതൊരു തടസ്സമാവരുന്ന് പറയുന്ന ഒരാളാണ് ഫ്രം ദ ബിഗിനിങ്. കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് അതിപ്പോഴും തുടരുന്നു. അതുകൊണ്ട് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നു. ഓഫ് കോഴ്സ് ഈ സപ്പോർട്ടാണ്. ഞാൻ ഇടയ്ക്ക് മടി പിടിക്കും, അഭിനയിക്കണോ കുറച്ച് എന്നുള്ള മടി. അപ്പോൾ എന്നോട് പറയും, തിങ്ക് അബൌട്ട് ഇറ്റ്, എത്രയോ ഭാഗ്യമാണ്, അത് മനസ്സിലാക്കുക, വല്ലപ്പോഴും ആണെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന ഒരാളാണ്. മക്കൾ രണ്ടുപേരും അവരും ദുബായിൽ തന്നെയാണ്. ഒരാൾ കാനഡയിലാണ് പഠിക്കുന്നത്, ഒരാൾ ദുബായിൽ പഠിക്കുന്നു. രണ്ടുപേർക്കും ഇഷ്ടമാണ് ഡാൻസൊക്കെ, കളിക്കുന്നുണ്ട്. അഭിനയത്തിനെ കുറിച്ച് അറിയില്ല, അത് വലുതാവുമ്പോൾ അറിയാം. ഡാൻസ് കുറച്ചുകൂടെ ചെയ്യുന്നുണ്ട് ഇപ്പം, പിന്നെ നോക്കാം. ആശാസരത്തുന്നൊരു നർത്തകി, ഒരു അഭിനേത്രി, എല്ലാവരും ഇഷ്ടപ്പെടുന്നത്, ടി വിയിലും സിനിമയിലും ഒക്കെ അഭിനയിച്ച ഒരു അഭിനേത്രി. ഇതിനപ്പുറത്തൊരു ആശാശരത്തുണ്ടോ? ഓഫ്കോഴ്സ് ആശാശരത്തിലെ ശരിയായ ആശാശരത്ത് പിള്ളേരെ ചീത്തയൊക്കെ പറയുന്ന, വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാക്കണ അമ്മ. അത് തന്നെ എല്ലാ മക്കളെ, എല്ലാ അമ്മമാരും ഉണ്ടാവുമല്ലോ വീട്ടിൽ. അതുപോലെ ഞാൻ ഒരു ടിപ്പിക്കൽ മദറാണ്. ഇവരെ ഇത്ര തിരക്കുകൾക്കിടയിൽ ഞാൻ ഇവരെ അടിവപ്പ് ഈ തിരക്കിനിടയ്ക്ക് അമ്മ ഞങ്ങളെ ചീത്ത പറയാൻ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ഭാഷയ്ക്ക് ഞാൻ വളരെ ഹോംലി ആയിട്ടുള്ള ഒരാളാണ്. എപ്പോഴും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ 4-ാം ദിവസം എനിക്ക് വീട് മിസ് ചെയ്യുന്ന ആളാണ് ഞാൻ. നൃത്തമായി, അഭിനയമായി, റേഡിയോ ജോക്കിയായി, പല വേഷങ്ങളായി. ഇനി എന്താണ്? ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? ഇനി എന്ത് ചെയ്യണം? അങ്ങനെ എന്തെങ്കിലും ഞാൻ ഒന്നും ട്രൈ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തല്ല, എല്ലാം സംഭവിച്ചു പോയതാണ്. പക്ഷെ ഇപ്പം മറ്റൊരു കാര്യമുള്ളത്, ഞാൻ ലോക കേരള സഭ മെമ്പർ കൂടിയാണ് UAE എന്നുള്ള. അങ്ങനെ പ്രവാസികളുടെ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാണ് ഞങ്ങളവിടെ. കാര്യം ഞങ്ങളുടെ റെക്കഗ്നീഷൻ, ഞങ്ങൾക്കിവിടെ നാടുമായി വളരെ ദൂരെ നിൽക്കുന്ന ആൾക്കാരെന്നൊരു ഫീലിംഗ് പലപ്പോഴും നമ്മളെപ്പോലുള്ള പ്രവാസികൾക്കുണ്ട്. അപ്പം അവിടെ നിന്ന് തിരിച്ചിവിടെ വന്നാൽ നമ്മളുടെ അവസ്ഥ എന്താണെന്നുള്ളത് എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ്. സമ്പാദ്യം എല്ലാം കൊണ്ട് വെച്ചാൽ ഇനി ഒന്നുമില്ലാത്തൊരവസ്ഥ എന്നൊക്കെ ഒരു തോന്നൽ. പിന്നെ ഒന്നും ശാശ്വതമല്ലല്ലോ അവിടെ. നമ്മളവിടെ നിൽക്കുന്നു, എപ്പോൾ പോണ്ടി വരുമെന്ന് പറയാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട്, പ്രവാസികൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ശബ്ദമാവാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ, ലോക കേരള സഭയുടെ മെമ്പർ ആയതുകൊണ്ട് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇപ്പം ചെയ്യാൻ പോകുന്ന കുറച്ച് ദിവസങ്ങളായിട്ട് പ്രളയം നടന്ന സമയം മുതൽ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്, നമുക്കൊരു നർത്തകി എന്ന നിലയിൽ, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റുമോ ചെയ്തു, അതെല്ലാം ശരിയാണ് പിന്നീട് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ചിന്ത വന്നപ്പോഴാണ്
നവകേരളം എന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ച് ആലോചിച്ചതും, അതായത് നമ്മൾ എന്താണെന്ന് നമ്മുടെ പുതിയ തലമുറ തിരിച്ചറിഞ്ഞാൽ, നമ്മളൊന്ന് കൈ ചേർത്ത് പിടിച്ചാൽ നമുക്ക് എന്തും സാധിക്കുമെന്ന് നമ്മൾ പ്രളയ സമയത്ത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അതുപോലെ ലോകമെമ്പാടുമുള്ള മലയാളികൾ നമ്മളുടെ കലകൾ, നമ്മളുടെ സംസ്കാരം, നമ്മളെല്ലാം വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് മാത്രമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊന്ന് ഒത്തുചേർന്നാൽ, ഒരു കൈ പിടിച്ചാൽ ഈ ലോകം മുഴുവൻ നമുക്ക് മലയാളികൾക്ക് ഒന്നാക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നവകേരളം എന്ന് പറയുന്ന ഒരു ആശയത്തോടു കൂടി ഒരു പെർഫോമൻസ് ഇപ്പോൾ പ്ലാൻ ചെയ്യാണ്. അത് ആദ്യമായി പെർഫോം ചെയ്യുന്നത് ലോക കേരള സഭയുടെ 2ാമത്തെ മീറ്റിംഗായി UAE നടക്കുന്ന അന്നാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. അത് അവിടെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലും പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പണം ഗവൺമെന്റിന് കൊടുക്കണം. ഗവൺമെന്റിന് കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് പാവങ്ങൾക്ക്, വീട് നഷ്ടപ്പെട്ടവർക്കും പ്രളയത്തിൽ ദുരിതം അനുഭവിച്ച ഒരുപാട് പേർക്കുമൊക്കെ അവർക്കൊരു കൈത്താങ്ങാവണം എന്ന് വിചാരിച്ച് അവരിലേക്ക് അത് എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ എന്നെ അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കും TK രാജീവ് കുമാർ സർ ആണ് അതിൻ്റെ കാര്യങ്ങൾ, സ്ക്രിപ്റ്റിംഗ് എല്ലാം ചെയ്തു തരുന്നത്. രമേശ് നാരായണൻ സാറാണ് മ്യൂസിക്. കേരളത്തിൻ്റെ എല്ലാ കലകളും, നമുക്ക് സ്വന്തമായിട്ടുള്ള കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, ചാക്യാർകൂത്ത്, എല്ലാ കലകളും വരുന്നു. നമ്മളുടെ സ്വത്തായിട്ടുള്ള സ്വാതി തിരുനാൾ കൃതികൾ മുതൽ നമ്മളുടെ സോപാന സംഗീതം എല്ലാം ഇല്ലേ, നമുക്ക് മാത്രം അവകാശപ്പെട്ട എല്ലാം വരുന്ന ഒരു കലാരൂപം, 1 മണിക്കൂറോളം വരുന്ന ദേവഭൂമിക എന്ന് പറയുന്ന ആയിരിക്കും ടൈറ്റിൽ. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഒരു ടൈറ്റിലായിരിക്കും അത് വരുന്നത്. അതിന്റെ ഒരു പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അടുത്തൊരു ഡ്രീം എന്ന് പറയുന്നത് അതൊരു ഡ്രീമാണ്. അതിപ്പം 2 ആഴ്ചക്കുള്ള ഡ്രീം സാക്ഷാത്കരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ അടുത്ത ദിവസം ഏതോ ഒരു കോമഡി സ്കിറ്റിൽ കണ്ടതാണ്, മറ്റേ സ്റ്റാർ നൈറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം വിശാരടി ആയിരിക്കും, അതല്ല ഇത് വേറെ വേറെ അതൊരു നമ്മൾ ഈ സ്റ്റാർ നൈറ്റ് ഒക്കെ തുടങ്ങുമ്പോൾ പതിവായിട്ട് ചേച്ചിയുടെ ഡാൻസ് പെർഫോമൻസിലാണ് ഈ തുടക്കം. അതും ആളുകൾ ഇങ്ങനെ അതും യൂസ്ഡാണില്ലേ ഇപ്പോൾ ആളുകൾക്ക്. അതും ഒരു അനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഈ സാധാരണ സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. ഒരുപാട് പേര് ഇപ്പോൾ ഒരു ചാനലിൽ ഒരു പ്രോഗ്രാം വരുന്നു, അപ്പോൾ നിങ്ങളുടെ ഡാൻസ് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് തോന്നലുണ്ട്. ആ ഡാൻസ് ഇഷ്ടമാണെന്ന് പറയുന്ന, സിനിമ പോലെ അല്ലെങ്കിൽ സിനിമയെക്കാളും ഇഷ്ടമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതൊരു ഭാഗ്യമാണ്. ദൈവഭൂമികയാണ് ഇനി മനസ്സിലുള്ളൊരു ദൈവഭൂമികയാണ്. അതുപോലെ തന്നെ ഗൗരി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു, ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. ഗൗരിയുടെ കഥ ഗൗരിയിലൂടെ അല്ല സംവിധായകൻ MA നിഷാദ് സാർ പറയാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് ചുറ്റുമുള്ളവരിലൂടെയാണ് ആ കഥ പറയുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരൊരു ട്രാവൽ, ഒരു യാത്രയാണ് ആ സിനിമ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ചെറിയാൻ കൽപ്പകോടി സാർ എഴുതുന്ന ഒരു സിനിമയാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ചിത്രമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ എന്ന് പറയുന്ന ചിത്രവും. കാലങ്ങൾക്ക് ശേഷം നമ്മുടെ പഴയ ജൂബിലി ഫിലിംസ് ഒക്കെ തിരിച്ചു വരുന്ന ഒരു സിനിമയാണ്. ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റാണ്, KK രാജീവ് സാറിന്റെ. അതും ജെസ്സിയും ഒരു എല്ലാവരിലുമുള്ള ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവും ഒരു ജെസ്സി. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രാമുഖ്യം കിട്ടുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല കാര്യമാണ് മലയാള സിനിമയെ സംബന്ധിച്ച്. അത് കിട്ടുന്നു, ആ കഥാപാത്രങ്ങളാകാൻ കഴിയുന്നു. ജെസ്സിയും ഗൗരിയും ബാക്കിയുള്ള കഥാപാത്രങ്ങളെ പോലെ തന്നെ ആളുകൾ സ്നേഹിക്കും എന്ന് വിചാരിക്കുന്നു. വളരെ നന്ദി, വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.